കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർക്കെതിരെ തുറന്നടിച്ച് ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ. പദവി കിട്ടാത്തതിന്റെ പേരിൽ ബി.ജെ.പിയോട് പിണങ്ങി കോൺഗ്രസിൽ ചേരുന്ന ആദ്യത്തെ രാഷ്ട്രീയക്കാരനായിരിക്കും സന്ദീപ് എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാം നഷ്ടപ്പെടുമെന്ന് സ്വയം നിശ്ചയിച്ച് ഇറങ്ങിത്തിരിച്ചവരുടെ സംഘടനയാണ് സംഘ് പരിവാർ. അവിടെ സ്ഥാനമാനങ്ങൾക്ക് സ്ഥാനമില്ലെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സന്ദീപ് വാര്യർ പാർട്ടി മാറിയ പോലെ എം.ടി. രമേശും പി.കെ. കൃഷ്ണദാസും പി. ഗോപാലകൃഷ്ണനും എൻ. രാധാകൃഷ്ണനും പാർട്ടി മാറാൻ ധൈര്യമുണ്ടോ എന്നാണ് വാര്യരുടെ ചോദ്യം. എന്താ വാര്യരെ, കോൺഗ്രസിൽ പോയപ്പോൾ തലയ്ക്ക് വെളിവില്ലാതായോ? ഞങ്ങളൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് വാര്യരെ പോലെ ആമാശയ ആർത്തി കൊണ്ടോ അധികാര ആർത്തി കൊണ്ടോ അല്ല, അന്തസ്സുള്ള ആദർശം കൊണ്ടാണ്. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രീതി ഞങ്ങൾക്കില്ല. വയനാട്ടിൽ വെച്ച് ഊളൻപാറയിലേക്ക് വാര്യർ പറഞ്ഞയച്ചവരുടെ അമേധ്യവും നാവും തൊണ്ടയും തൊടാതെ ഇഷ്ടഭോജനമാക്കി ആർത്തിയാൽ വിഴുങ്ങുന്നത് ഒരു കസേരയ്ക്ക് വേണ്ടിയാണ്. ഈ അടിമപ്പണിക്ക് ഞങ്ങളെ കിട്ടില്ല. ഞങ്ങളുടെ രക്തത്തിൽ RSS പഠിപ്പിച്ച ദേശസ്നേഹത്തിന്റെ അളവ് കൂടുതലാണ്. അത് രാജ്യദ്രോഹികളുമായി മാച്ച് ചെയ്തില്ല. വാര്യരെ, താൻ കോൺഗ്രസിൽ ചേർന്നത് തന്റെ ഇഷ്ടം. തന്റെ ആർത്തി അവിടെ കിട്ടുന്ന ഉച്ചിഷ്ടമോ എല്ലിൻ കഷ്ണമോ മേടിച്ച് ജീവിച്ചോളൂ, ഞങ്ങൾക്ക് വിരോധമില്ല. വെറുതെ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരരുത്. തൃശൂരിൽ പങ്കുന്നം എന്റെ വീടിന് അടുത്താണ്, മറക്കരുത്. സംഘ് പരിവാറിന്റെ മേൽവിലാസത്തിൽ രാഷ്ട്രീയം പറഞ്ഞ് നാട് മുഴുവൻ കറങ്ങി നടന്ന് കാറ് മേടിക്കാനും കാപ്പി കുടിക്കാനും പണം ഇരന്ന് മേടിച്ച് പണിയെടുക്കാതെ ശാപ്പാട് തരമാക്കുന്ന സമീപനവും അർദ്ധരാത്രിയിൽ അശ്ലീല മെസ്സേജുകൾ അയച്ച് പലരെയും ഇക്കിളിപ്പെടുത്തുന്ന സ്വഭാവവും ഞങ്ങൾക്കില്ല വാര്യരെ. പാണക്കാട് തമ്പ്രാന്റെ പച്ചവെള്ളം മോദി കുടിക്കാനും അത്താഴമുണ്ണാനും SDPIക്കാരന്റെ കൂടെ അന്തിയുറങ്ങാനും ഞങ്ങളെ കിട്ടില്ല. ഒരുപക്ഷെ ഞങ്ങൾക്ക് MLA ആകാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ രാജ്യസ്നേഹം അതിന്റെ അന്തസ് കളഞ്ഞ് ഒരിക്കൽ ഛർദ്ദിച്ചത് തിന്നുന്ന അടിമപ്പണിക്ക് ഞങ്ങളെ കിട്ടില്ല. വാര്യരെ, ഒന്നുകൂടി ചോദിക്കാനുണ്ട്. താൻ മുൻപ് വീമ്പ് പറഞ്ഞ RSS പ്രചാരകൻ അമ്മാവൻ പാർട്ടി മാറാൻ ധൈര്യം കാണിച്ചുവോ ആവോ? എടോ വാര്യരെ, RSS ശാഖ നടത്താത്ത സ്ഥലം കൊടുത്തതാണ് തന്റെ അമ്മ എന്ന് താൻ വീമ്പ് പറഞ്ഞതല്ലേ? ഓർമ്മയുണ്ടെങ്കിൽ അമ്മയുടെ കുഴിമാടത്തിൽ പോയി ആദ്യം മാപ്പ് പറയൂ, എന്നിട്ടാകാം ചന്ദ്രഹാസം ഇളക്കൽ, അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു.